ഇന്ന് ഒരുപാട് നേരത്തെ എഴുന്നേറ്റ ഒരു ദിവസമാണ് കേട്ടോ. അതായത് 4:30-ക്ക് മുന്നേ ഞാൻ എഴുന്നേറ്റ് കിടക്കായിരുന്നു. എനിക്ക് ഭയങ്കര കോൾഡ് കേട്ടോ. സൗണ്ടൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്. എനിക്ക് ഉമിനീര് ഇറക്കാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര തൊണ്ടവേദന. ഇന്നലെ ആണെങ്കിൽ കറണ്ടില്ല, ഭയങ്കര ഇടിമിന്നലൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാനും മക്കളും ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേനും കയറി കിടന്നു. ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് ഉറങ്ങാനും പറ്റി, അല്ലെങ്കിൽ ഉറക്കം വരാത്തതാണ് കേട്ടോ. കറണ്ടില്ല, നെറ്റില്ല, ഫോണ് ഓഫായിപ്പോയി. ഞാൻ ഫോൺ ചാർജ് ചെയ്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കിടന്ന് ഉറങ്ങിപ്പോയത് കൊണ്ട് തന്നെ മക്കളും കൂടെ ഉറങ്ങിയത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ആ ടൈമിൽ ഉറങ്ങാൻ പറ്റിയത്. അത്രയും നേരത്തെ ഉറങ്ങിയോണ്ട് തന്നെ ഇതൊരു വെളുപ്പിനെ എനിക്കത് 4 മണിക്ക് മുന്നേ ഒക്കെ ഞാൻ എഴുന്നേറ്റ് കിടക്കുമായിരുന്നു. അത്രയും ഉമിനീരിറക്കാൻ പോലും മേലാത്ത അത്ര തൊണ്ടവേദന. പിന്നെ ഞാൻ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തു. എനിക്ക് വൊമിറ്റിംഗ് ഉള്ളവർ പെട്ടെന്ന് എഴുന്നേറ്റ് ഉടനെ ബ്രഷ് ചെയ്യരുതെന്ന് പറയും. പക്ഷെ എനിക്ക് ബ്രഷ് ചെയ്തിട്ടെങ്കിൽ എന്തോ ഒരു വല്ലാത്തൊരു ബാഡ് ഫീലാണ് കേട്ടോ. അപ്പോൾ വൊമിറ്റ് ചെയ്യും, എന്നാലും ഞാൻ ബ്രഷ് ചെയ്യും ആദ്യമേ തന്നെ. എന്നിട്ട് ആവി പിടിക്കാനായിട്ട് തുടങ്ങി. ആവി പിടിച്ചു. പിന്നെ തൊണ്ടയിൽ ഉപ്പുവെള്ളം കൊണ്ടു. അപ്പോൾ രാവിലെ എനിക്ക് തുണിയൊക്കെ അലക്കാണ്, ഞാൻ ഒത്ത് തുണിയും കൂടി അലക്കാമെന്ന്. പക്ഷേ വാഷിംഗ് മെഷീനിൽ എന്തോ ഒരു സാധനം കുടുങ്ങിയിട്ടുണ്ട്. ഭയങ്കര സൗണ്ട് കേട്ടോ. കുഞ്ഞാവ് എല്ലാം എടുത്തിട്ടതായിരിക്കും തോന്നുന്നു. ഞാൻ എടുക്കാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. പിന്നെ അത് ഓണാണ്, ഓട്ടോമാറ്റിക്കാണ്. അപ്പം വെള്ളം നിറഞ്ഞ് കിടക്കുക. അപ്പോൾ ഇനി അത് പോവാതെ രക്ഷയില്ല. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് കേട്ടോ എനിക്ക് എൻ്റെ വാഷിംഗ് മെഷീൻ. കുറേ നാൾ മുന്നേ, അതായത് 1-2 വർഷം മുന്നേ ഞാനൊന്ന് തെന്നി വീണു. തലയടിച്ച് തെന്നി വീണു കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിൽ റെസ്റ്റ് പറഞ്ഞു. നടുവ് സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല, അത്രയും നടുവേദനയായിരുന്നു. ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് കിടന്ന് റെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എനിക്കങ്ങനെ റെസ്റ്റൊന്നും എടുക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ എടുത്തതാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ കേട്ടോ. പക്ഷേ എനിക്കെന്തോ ഒരു ബ്ലെസ്സിങ്. എൻ്റെ ഒരുപാട് സമയങ്ങളിൽ എനിക്ക് ഏറ്റവും വലിയ ഹെൽപ്പിംഗ് ആയിട്ടുള്ളത് എൻ്റെ വാഷിംഗ് മെഷീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. കുഞ്ഞാവ് എന്തെങ്കിലും എടുത്തിട്ട് തന്നെ ആയിരിക്കുള്ളൂ. അതിന് ശേഷം ഞാൻ പല്ലൊക്കെ തേച്ചു, മീനുകൾക്കൊക്കെ തീറ്റ കൊടുത്തു, ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ഓർഡറുകളൊക്കെ കൊടുക്കാനുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് നോക്കാൻ വന്നു. പിന്നെ കുറച്ച് നേരം ബാൽക്കണിയിൽ പോയി നിന്ന് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പുറത്ത് ഇരുട്ടൊക്കെ കാണിച്ചത്. കുറേ നാളുകളായി ഈ ഒരു സമയത്തൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട്. ഞാനൊരു 5-6 മാസം, ഒരു 7-8 മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു സമയത്ത് എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു, മെഡിറ്റേഷനൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു ടൈമേ കാണാറില്ല. മേ ബി ഈ ടൈമിൽ കണ്ണ് തുറന്നാൽ എനിക്ക് എഴുന്നേൽക്കാനൊന്നും പറ്റാറില്ല, വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഇനി ഫോണിൽ വാട്സപ്പ് നോക്കാൻ മേല. അപ്പോൾ ഞാൻ ഈ ലാപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഓർഡേഴ്സ് എടുത്ത് എഴുതാണ് പതിവ്. അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് കുറച്ച് ഓർഡർ അയക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കിന്ന് കുറച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. നല്ല കോൾഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.